ജമ്മുകാശ്മീർ സന്ദർശിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ഇന്ന് നടക്കും. കശ്മീരിലെ വിവിധ വികസന പദ്ധതികളുടെ പുരോഗതിയും അമിത്ഷാ വിലയിരുത്തും. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും വികസന പദ്ധതികൾ വിലയിരുത്താനുള്ള യോഗത്തിൽ പങ്കെടുക്കും. ഡൽഹിയിൽ നിന്ന് ഗൗതം വീണ്ടും ചേരുകയാണ്. ഗൗതം, സുരക്ഷാ അവലോകന യോഗങ്ങൾ ശ്രീനഗറിൽ. അനു, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിൽ എത്തിയത്. ഇന്നലെ അദ്ദേഹം ജമ്മുവിലും പിന്നീട് ശ്രീനഗറിലേക്കും എത്തി. ഇന്നും അദ്ദേഹം ജമ്മു കാശ്മീരിൻ്റെ ഒരു തലസ്ഥാന നഗരിയായിട്ടുള്ള ശ്രീനഗറിൽ ക്യാമ്പ് ചെയ്യുകയാണ്. അല്പസമയത്തിനകം തന്നെ ഒരു ഉന്നതതല യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിൻ്റെ സുരക്ഷ സംബന്ധിച്ച വിലയിരുത്തലാണ് ഈ യോഗത്തിൽ നടക്കുന്നത്. കാരണം ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണത്തിലാണ് ജമ്മു കാശ്മീരിൻ്റെ സുരക്ഷാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഭീകരവാദ കേസുകൾ ഏതാണ്ട് ഗണ്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. മുൻപുള്ളതുപോലെ സൈന്യത്തിന് നേരെയുള്ള കല്ലേറ് ഇപ്പോഴില്ല. അതോടൊപ്പം തന്നെ തുടർച്ചയായി ഭീകരാക്രമണങ്ങളില്ല. ഇടയ്ക്ക് ഭീകരവേട്ട സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. ഒപ്പം ഓപ്പറേഷൻ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഏറ്റുമുട്ടലുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ ഭീകരാക്രമണങ്ങളില്ല. അതിനാൽ കേന്ദ്ര സർക്കാർ വളരെ പോസിറ്റീവായി തന്നെയാണ് ജമ്മു കാശ്മീരിലെ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്. ഏതാണ്ട് ചുരുങ്ങിയ വർഷത്തിനകം തന്നെ പൂർണ്ണമായും ഭീകരമുക്തമാക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. കാരണം ഇനിയും വളരെ ചുരുക്കം ഭീകരർ മാത്രമാണ് ജമ്മു കാശ്മീരിലുള്ളത്. അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഈയിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഈ നുഴഞ്ഞു കയറിയിരിക്കുന്ന ചുരുക്കം ഭീകരരും അതോടൊപ്പം തന്നെ തദ്ദേശീയരായിട്ടുള്ള ഭീകരർ ജമ്മു കാശ്മീരിൽ തന്നെ വളരെ കാലഘട്ടങ്ങൾക്ക് മുൻപ് ഈ സായുധ പരിശീലനമൊക്കെ ലഭിച്ച് നാടിനെതിരെ യുദ്ധം ചെയ്യുന്ന ചില ആളുകൾ, അത്തരം ചുരുങ്ങിയ ആളുകൾ ഏതാണ്ട് 100-നകത്ത് ഭീകരർ മാത്രമാണ് ഇനിയും ശേഷിക്കുന്നതെന്നാണ് കണക്കുകൾ. അവരെ കൂടി വധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായി ജമ്മു കാശ്മീരിനെ ഭീകരമുക്തമാക്കാൻ സാധിക്കും. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്നത്തെ ഈ വിലയിരുത്തൽ യോഗത്തിൽ ഉണ്ടാകും. കശ്മീരിൻ്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും അതോടൊപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ തുടങ്ങിയവരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അനു.